ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ചെമ്പരത്തി പൂവ് എങ്ങനെ ഒരു ക്ലോത്തിൽ നമുക്ക് ചെയ്യാറുണ്ട്. ഒരു ഭാഗം നമ്മൾ ഒരു ഫ്ലവർ നമ്മളിവിടെ ഡെമോ കാണിക്കുന്നുണ്ട്. അപ്പം ഈ ക്ലോത്തിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഈ ക്ലോത്ത് ഈ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് അത് ലൂസ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ക്രോസ് സ്റ്റിക്ക് ഈ ഡബ്ല്യു പോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കും. അങ്ങനെ ഞാൻ രണ്ട് ഇതൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നടുക്ക് ഇതുപോലെ രണ്ടോ മൂന്നോ ഡ്രോ വരെ ഇട്ടിട്ട് ഇതിലേക്കൂടെ നമുക്ക് സ്റ്റോൺ കൊടുക്കാം. നടുക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഗോൾഡൻ്റെ എന്തെങ്കിലും കട്ട് ബീഡ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ അതിൻ്റെ നടുക്ക് നമുക്ക് ക്രിസ്റ്റലും വെക്കാം. അപ്പോൾ ഇത് രണ്ട് ഇതെല്ലാം ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഇതെല്ലാം കൂടെ ചെയ്യുന്നത് കാണാം. അപ്പം നമ്മൾ ഇതിന് ചുറ്റും ഫസ്റ്റ് നമ്മൾ ഈ എതളിന് ചുറ്റും നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 എതൾ ഫില്ലാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ലോക്ക് സ്റ്റിച്ചും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഏത് ഇതളിൽ കൂടെയാണ് മാർക്ക് ചെയ്യുന്നത് ആ ഇതളിൽ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് പോകുന്നു. ഇപ്പം നമ്മൾ നോക്കുന്ന കണ്ട ഇവിടെ നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് എല്ലാ ഇതളിനകത്തിനും ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് എന്ന് വെച്ചാൽ ഈ ക്ലോത്ത് കട്ട് ചെയ്യുമ്പം ഇത് ലൂസായിട്ട് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ലോസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു വശത്ത് കുത്തുക, അതിൻ്റെ ഓപ്പോസിറ്റ് കുത്തുക, അങ്ങനെ ലോക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുക. ക്ലോത്ത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ചെറുതായിട്ടും ചെയ്യാം, വലുതായിട്ടും ചെയ്യാം. ഞാൻ വലുതായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്യാമറയിൽ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇങ്ങനെ എല്ലാ ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യണം എല്ലാ ഫ്ലവറും. അപ്പം നമ്മൾ ഓരോ ഇതിൻ്റെ ഭാഗങ്ങളും ഇതുപോലത്തെ കട്ടർ വെച്ചിട്ട് നമ്മളിങ്ങനെ, അതായത് അടിയിലത്തെ ക്ലോത്ത്, ഇപ്പം ഞാൻ വൈറ്റ് ക്ലോത്തിലാണ് ചെയ്തേക്കുന്നത്. അപ്പം ആ ക്ലോത്തിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ ഈ റെഡ് കളറിലെ ക്ലോത്ത് നമ്മളിങ്ങനെ പൊക്കി വെച്ചിട്ട്, അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും കട്ട് ചെയ്തെടുത്തു. റെഡ് കളറിലെ ബീഡ്സാണ് നമ്മൾ ഈ എല്ലാ ഭാഗങ്ങളിലും ഈ ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഇതിലാണെങ്കിൽ ഞാൻ 4 ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇതളിൻ്റെ പകുതി ഫില്ല് ചെയ്യുന്നു. ബാക്കി നമ്മളെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.
വേണമെങ്കിൽ നമുക്ക് ഒരു കട്ട് ബീഡ്സ് മാത്രമായിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. ഇത് ഞാൻ രണ്ടെണ്ണം വെച്ച് ചെയ്തേക്കുന്നത്, രണ്ട് ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി ചെയ്തേക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഏതാണ് നിങ്ങൾക്ക് സൂട്ട് അതനുസരിച്ച് നിങ്ങൾ 2 കട്ട് ബീഡ്സ് അല്ലെങ്കിൽ 1 കട്ട് ബീഡ്സ് വെച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ 2 കട്ട് ബീഡ്സ് വെച്ച് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഇവിടെ കട്ട് ചെയ്തതിൻ്റെ ഇവിടെ കുറച്ച് ക്ലോത്ത് വരൂലേ, എല്ലാം നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പുറത്താണ് നമ്മൾ ഈ കട്ട് ബീഡ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ദാണ്ട് ഇവിടെ ഒരു റെഡ് കൊടുക്കുക, മധ്യത്തിൽ നമുക്ക് ഗോൾഡൻ ബീഡ്സ് കൊടുക്കുക, അതിൻ്റെ അടുത്ത് ഈ റോയിൽ നമുക്ക് റെഡ് കൊടുക്കാം. ഇതുപോലെ 2 എണ്ണം വെച്ച് നമുക്ക് ഈ റോ ഫില്ല് ചെയ്യാം. ഒത്തിരി ഹൈറ്റൊന്നും വേണ്ട, കുറച്ച് ഹൈറ്റിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ നടുക്ക് ഗോൾഡൻ സ്റ്റോൺസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തയ്ക്കാം. അപ്പോൾ നമ്മളിപ്പം നടുക്കാണെങ്കിൽ ഇതുപോലത്തെ ക്രിസ്റ്റൽ ടൈപ്പ് ഇപ്പോൾ ഗോൾഡ് ടൈപ്പ് അല്ലെങ്കിൽ യെല്ലോ കളറൊക്കെ ഇതെടുത്ത് ക്രിസ്റ്റൽ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. എൻ്റെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഈ റെഡ് സ്റ്റോൺസാണ്, ക്രിസ്റ്റൽ സ്റ്റോൺസാണ്. അത് ആദ്യം നമ്മൾക്ക് ഇതുപോലെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ വെറുതെ ഒരു സ്റ്റെമ്മ് ഇങ്ങനെ നിങ്ങൾക്ക് ചെറുതായിട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതെങ്ങനെ ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ചെറിയ ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്, ചെറിയ ചെയിൻ. അപ്പം നമ്മളുണ്ടല്ലോ ഇപ്പം ഇപ്പം ഈ ഡിസൈനിൻ്റെ ഒരു വെറൈറ്റി ഡിസൈൻ ഞാൻ ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ ഓരോ സ്റ്റമ്മിനകത്തിൽ ഓരോ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ എടുക്കാം. ഗോൾഡൻ ത്രെഡ് എടുത്തിട്ട് അതിനകത്തിൽ ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ട് ഞാൻ മേളിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഓരോ കട്ട് ബീഡ്സ് ഒരെണ്ണം വെച്ച് സിംഗിൾ വെച്ചേ ചെയ്യാവൂ. നമ്മളെപ്പോഴും 2 ലോക്ക് വെച്ച് ഫൈനലി നമ്മൾ ഈ ഫ്ലവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ഇതും ഫുള്ള് ഈ ഫ്ലവറിൻ്റെ ഫുള്ള് റൗണ്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലീഫോ ഒരു മുട്ടോ ഒക്കെ ആയിട്ട് ഇവിടെയും നമുക്ക് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ 2 എണ്ണം ചെയ്തിട്ടുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം എല്ലാവരും ഈ ഫ്ലവർ ചെയ്ത് പഠിക്കണം. എന്നിട്ട് നിങ്ങളുടെ സാരീൻ്റെ തുമ്പിലോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ എൻഡിലോ ഷാളിലോ ഒക്കെ ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ പല ഈ കളറല്ലാണ്ട് ഡിഫറെൻറ്റ് പാറ്റേൺ വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് ഞാൻ ചുമ്മാ ഒരു ഡിസൈൻ പോലെ ചെയ്തതാണ് സത്യം പറഞ്ഞാൽ. പിന്നെ എൻ്റെ മനസ്സിലുള്ള ഈ ഡിസൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇതും കൂടെ അതുപോലെ നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ചെയ്ത് ഈ ഫ്ലവർ എത്ര ഭംഗിയാക്കാൻ പറ്റും അത്രയും നല്ലതായിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ ഈ ഫ്ലവർ ചെയ്യുന്ന പാറ്റേൺ പറയുന്നത് ആപ്ലിക് ഫ്ലവർ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ക്ലോത്ത് എടുത്ത് ചെയ്യുന്നതിന് പറയുന്നതാണ് ആപ്ലിക് ഫ്ലവർ ഡിസൈനിങ്. സോ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ യൂട്യൂബ് ചാനൽ.